നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നന്ദേട്ടാ, നന്ദേട്ടാ നിക്ക്. നന്ദേട്ടാ, നന്ദേട്ടാ നിക്ക്. നന്ദേട്ടാ നിക്ക്. എന്താ ഉണ്ടായത്? എന്തിനാ അച്ഛൻ നന്ദേട്ടനെ തല്ലിയത്? നന്ദേട്ടാ, 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 നന്ദേട്ടാ. അച്ഛാ, 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 സച്ചി, എടാ സന്ദീപേ, മോളെ സ്നേഹേ, കൊള്ളാം, നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അതിവിദഗ്ധമായി എന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ആരുടെയും കണ്ണിൽ പെടാതെ ഇവിടെ ഈ നെല്ലിശ്ശേരി വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വന്ന് കയറാൻ കാണിച്ച ഈ ചങ്കൂറ്റം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആ, അയ്യോ, എന്തു പറ്റി? അല്ലറ ചില്ലറ ഇഞ്ചുറി ഒക്കെ ഉണ്ടല്ലോ. എന്റെ അച്ഛനും സഹോദരങ്ങളും എവിടെ? ഹാ, പേടിക്കണ്ട, ഞാൻ കൊന്നിട്ടൊന്നുമില്ല. നിങ്ങളുടെ അച്ഛന് ചെറിയൊരു നെഞ്ചുവേദന. അയ്യോ, എന്റെ അച്ഛൻ എവിടെയാ? ഹോസ്പിറ്റലിലാ. എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു അവന്തിക ചെയ്ത ക്രൂരകൃത്യങ്ങൾ അക്കമിട്ട് നിരത്താൻ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ കയറി വരുമെന്ന്. അതല്ലേ ഈ വീട്ടിലെ സെക്യൂരിറ്റി വരെ ഒഴിവാക്കി കതകും തുറന്നിട്ട് ഞാനിവിടെ കാത്തിരുന്നത്. അതെ, ഇപ്പോഴും നിങ്ങൾക്ക് ശരിക്കും കാര്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി. നീനെ ട്രാപ്പിലേക്ക് ഇവിടേക്ക് കൊണ്ടുവന്നത് ഇല്ല, വെറും തെറ്റിദ്ധാരണയാ. ഞാൻ വന്നതുപോലെ തന്നെ തിരികെ പോകും. ഇനി പഴയതുപോലെ നിനക്കെന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല അവന്തിക. എന്റെ അച്ഛനോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് എന്റെ അച്ഛന്റെ മുന്നിൽ ഈ വീട്ടുമുറ്റത്തിട്ട് നിന്നെ കൊല്ലുന്നൊരു സ്വപ്നം കൊണ്ടിരിക്കെ. നിന്ന് നടന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ അത് ചെയ്തിട്ടേ ഈ നന്ദൻ ഇനി വേറെന്തെങ്കിലും ചെയ്യും. നിന്റെ കഴുത്തിൽ താലി കെട്ടി ഈ കൈ കൊണ്ട് തന്നെയാ നിന്റെ മരണവും. നിന്നെ ഇവിടേക്ക് പിടിച്ചു കെട്ടിയ ഈ കൈ തന്നെയാണ് നിന്നെ കൊന്നതിനുള്ള വിലങ്ങണി ഞാൻ പോകുന്നത്. അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണ്. ഇത്രയും നാളും പുറം ലോകം കാണാതെ കിടന്നതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നതാ ഇതൊക്കെ. പിന്നെ താലി കെട്ടിയ വിശേഷമൊന്നും കൂടുതൽ പറയാതിരിക്കുന്ന നല്ലത്.
ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോയിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അന്നേ വിലങ്ങ് വീഴുമായിരുന്നു. നിയമവും കോടതിയും നിങ്ങളുടെ സ്വാധീനത്തിൽ ഒരു ചുക്കും ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാ എഴുതിയ പെറ്റീഷൻ കീറിക്കളഞ്ഞിട്ട് നിനക്കൊക്കെ വധശിക്ഷ വിധിച്ച് ഞാൻ തന്നെ കൊലക്കയറുമായിട്ട് ഇറങ്ങിയത്. നിന്റെ തെറ്റിദ്ധാരണയുള്ള അവധിയാ എല്ലാം. അല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതായല്ല. കരഞ്ഞു തളർന്ന എന്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിന്നപ്പോ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണീര് കാരണം അവ്യക്തമായിരുന്നു നിങ്ങളുടെ ഈ മുഖം. കുറേ ദിവസം കഴിഞ്ഞ് അനാഥരായ 2 പെൺകുട്ടികളിൽ മൂത്തവൾക്ക് ഒരു ജീവിതം പാരിതോഷികമായി തരാൻ വന്നപ്പോഴാ ഈ മുഖം ഞാൻ ആദ്യമായി വ്യക്തമായിട്ട് കാണുന്നത്. നെല്ലിശ്ശേരി സേതുമാധവന്റെയും മകൻ നന്ദകുമാറിന്റെയും നല്ല മനസ്സിന് നാട്ടുകാർ വാഴ്ത്തുപാട്ട് പാടിയപ്പോ എനിക്കറിയാമായിരുന്നു ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമാണ് നിങ്ങൾ എനിക്ക് നേരെ നീട്ടിയ താലിയെന്നും. അന്ന് ഞാൻ ഈ വിവാഹത്തിന് മൗനാനുവാദം തന്നത് നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെ കയറി വന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ തന്നെയാ. ഇവിടെ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭർത്താവിന്റെ ദീർഘായുസിനായി പ്രാർത്ഥിച്ച് തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭാര്യയായിരുന്നു നിങ്ങൾക്ക് ആവശ്യമെന്ന്. പക്ഷേ അവന്തികയുടെ ലോകം വലുതായിരുന്നു, നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വലുത്. ഒരു ബെഡിൽ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ കഴുത്തിൽ എത്രയോ ദിവസം ഞാൻ കത്തിവെച്ച് അളവെടുത്തിട്ടുണ്ടെന്നറിയാമോ? ഭർത്താവിന്റെ ജീവൻ കാലനിൽ നിന്ന് തിരിച്ചുപിടിച്ച സത്യവാന്റെ സാവിത്രി അല്ല ഞാൻ. എല്ലാത്തിനെയും ഒരു ചിതയിലെരിച്ച് അതിനു ചുറ്റും ആനന്ദ നൃത്തമാടുന്ന ചുടലക്ഷിയുടെ വരമാണ് ഈ ജന്മതവന്തികയ്ക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.